ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തമ്മിലിൽ കണ്ട പോലെ നമ്മളിന്നൊരു യാത്ര പോകും. ലോങ് യാത്രയൊന്നുമല്ല കേട്ടോ, ചേച്ചിയുടെ വീട്ടിലേക്കും പിന്നെ ചെറിയമ്മയുടെ വീട്ടിലേക്കും. അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ലേറ്റായി എത്താൻ. ഇത് നന്ദുട്ടി ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ കുറച്ചധികമായി ചേച്ചി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല വിഷമമായി, ചേച്ചി കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സങ്കടമൊക്കെ മാറ്റാൻ ചേച്ചി ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവിടെ ചെസ്സ് കളിക്കായിരുന്നു കേട്ടോ. അച്ഛനും അനുക്കുട്ടനും അവിടുത്തെ ഉണ്ണിയാണ്, അതും അവനും കൂടിയിട്ട് കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാറായിട്ടോ. കാരണം ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോകണം, അവിടെയാണ് ചേച്ചി ഞങ്ങളുടെ അവിടുന്ന് പൊന്നാനിന്നൊക്കെ കുറച്ച് ഇങ്ങോട്ട് വിട്ടതായതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അധികം വരാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ വന്ന് തിരിച്ചു പോകുമ്പോഴും ചേച്ചി കരയൂട്ടാ. ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ അമ്മയും കരഞ്ഞൂട്ടാ. കാറിലിരുന്നിട്ട് നല്ല കരച്ചിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വഴി കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ചെറുനാരങ്ങയൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോകുന്ന സമയത്ത് നമ്മൾ ഈ റൂട്ട് വന്നപ്പോഴത്തേക്കും അവിടെ 2 ട്രെയിൻ കണ്ടു കേട്ടോ. അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റായി ബില്ലയുടെ വീട്ടിലെത്താൻ, അതായത് തൃശ്ശൂർ കേട്ടോ. അവിടെ നല്ല പള്ളിയിൽ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. ബില്ലയാണെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നത്, എന്നാലേ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ബില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഫാമും പൊറോട്ടയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം വർത്താനൊന്നും പറഞ്ഞിരിക്കാതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഗുഡ് മോർണിംഗ്. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ രാവിലത്തെ വീഡിയോ. അമ്മ ബില്ലേനെ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മനുക്കുട്ടനൊക്കെ ഉണർന്നു വന്നു. പിന്നെ അടുത്ത വീട്ടിൽ പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ചെറുതാകുമ്പോഴൊക്കെ ഞങ്ങളിവിടെ നിൽക്കാമെന്ന് വരും. അപ്പോൾ അത് കാണുമ്പോൾ അവൻ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മോട്ടർ ഇട്ടപ്പോഴാണ് ഓർമ്മ, ഇത് പിന്നെ ടിങ്കുട്ടൻ അടുത്ത വീട്ടിലെയാണ്. പക്ഷെ ബില്ലയുടെ അടുത്തേക്ക് എന്നും വരും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബില്ലൊക്കെ കൊടുക്കൂട്ടോ. അപ്പോൾ അവൻ അതിനാ നേരാകുമ്പോൾ അവൻ എത്തിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബില്ലയുടെ ഇപ്പോൾ പുതിയ വീട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. ആൾക്കാരെ ഞാൻ വീഡിയോയിലിടും. പിന്നെ ഇവര് കാറിലിരുന്നിട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. ഇവര് ചേച്ചിമാരും അനിയത്തിമാരും കൂടിയാ ഭയങ്കര. ഇവർ രണ്ടുപേരല്ല, ഇനി വേറെ 2 ഐറ്റംസ് ഉണ്ട്. അവർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ ചിരിയും ബഹളമൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പറമ്പിലെത്തിയിട്ടാ. വീടിൻ്റെ പണി ഇങ്ങനെ പ്രോഗ്രസ്സിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിലൊക്കെ കയറി സ്ഥലങ്ങളൊക്കെ വീട് അതിൻ്റെ റൂമൊക്കെ കാണിയിരുന്നു. അടുത്തതാണ് പ്ലാൻ ബി. ഇന്ന് ബില്ലയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബില്ല പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തി, ചെറിയമ്മ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു പ്ലാൻ ഇടാം. അവർ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് പോണ വഴി അനുക്കുട്ടന് സ്നാക്സ് വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങിക്കും. അതാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ സമയത്ത് ബേക്കറി കയറിയിട്ട് അപ്പോൾ അമ്മേനെയും ചെറിയമ്മേനെയും അവിടെ കാറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ച് ഞങ്ങൾ ഡിക്കിയിൽ കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ അവരങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ബില്ലൊരു ബുദ്ധിമതി ആയതുകൊണ്ട് ചെറിയൊരു ഡൗട്ടൊക്കെ വന്നു. പക്ഷെ ഞാൻ അതിനേക്കാൾ ബുദ്ധിമതി ആയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന്. അച്ഛൻ അറ്റാക്ക് ചെയ്തു. അപ്പം അച്ഛൻ വാങ്ങിയിട്ട് വരാം. അച്ഛനവിടെ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഒരു വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ബോഗൺവില്ല ഇങ്ങനെ നിറയെ നിൽക്കണ കണ്ടു കേട്ടോ. നല്ല ഭംഗി. അവിടെ എപ്പോഴും വന്നാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സൂപ്പറാട്ടാ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ബില്ലി അമ്മയും വീട്ടിലേക്ക് നടന്ന് ഞങ്ങൾ കാർ അവിടെ നിർത്തിയിട്ടേ കേക്ക് എടുക്കാൻ നോക്കി. പക്ഷെ അത് ഫെയിലായി. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ പോയിട്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ കണ്ണിമാങ്ങ കിടക്കണ്ടായിരുന്നു. ചേച്ചി അനിയത്തിയും കൂടി അതൊക്കെ പെറുക്കിയിട്ട് വീട്ടിലെത്തിയിട്ട് അതൊക്കെ നോക്കുക. അങ്ങനെ ബില്ല് അകത്ത് കയറിയ സമയത്ത് ഞാൻ കാറിൽ കേക്ക് എടുക്കാൻ പോയിട്ടാണ്.
ബില്ല കാണാതെ അവിടെ ഇറങ്ങിയതാട്ടോ. ബില്ല അച്ഛൻ ഇവിടുന്ന് ബില്ലിനെ മാറ്റിയിട്ടുണ്ട്. അനുക്കുട്ടനെ അങ്ങോട്ട് ഇട്ടുണ്ട് കേട്ടോ. ബില്ല് ഉമ്മർത്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കുമായിട്ട് വന്നോണ്ടിരിക്കുക. എന്തേ അവിടെ ഇരിക്കേ താഴെ സോഫമേലല്ലേ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ ഇരിക്കണേ? ആ അങ്ങോട്ടല്ലേ? ഉമ്മർത്താരാ നിക്കണ? അച്ഛനാ? അത് കട്ട് ചെയ്തോന്ന് വെച്ചാല് പിന്നെ അപ്പു വിളിക്കണ കാരണേ. ഇത് ഓണല്ലേ ശാലു? പപ്പടം കാച്ചാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബില്ലനെ. ആ പേപ്പറിൽ തന്നെ വെച്ചാ മതിയായിരുന്നു. ഞാൻ തുണിയിലാവണ്ട. അച്ഛൻ ആദ്യമായിട്ട് നിന്നോട്ടാ ബില്ലനെ അടിച്ചിട്ടാ. അതിന് മനസ്സിലായി. വ്ളോഗ് ആ ഗൾഫുകാരൻ അപ്പു. എന്ത് പറഞ്ഞിട്ടാ വിളിക്കുന്നത്? അപ്പുമാമ വിളിക്കണ്ടേ? അപ്പുമാമയുടെ ഫോൺ ഇല്ല. അപ്പുമാമ വിളിക്കണ്ടേ? അതിന് മനസ്സിലായി. അമ്മ പോയി കാച്ചു. അപ്പൊ ഒരു എന്താ ദപ്പു ഹാപ്പി ബർത്ത്ഡേ ബില്ല പറഞ്ഞ നോക്കടാ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലടാ അങ്ങനെ. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങക്ക് കിട്ടി. പക്ഷെ ഒരു കാര്യണ്ട്, ബില്ല് ഗസ് ചെയ്തിരിക്കണല്ലേ? പക്ഷെ അത് ഞാൻ തിരിച്ചു തോന്നി. അപ്പൊ ഇവര് അവിടെ കയറിയപ്പോ തോന്നി ഇനിയിപ്പൊ അതിനാവോ ഇവര് വാങ്ങാൻ വേണ്ടിട്ടാവോന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മാറ്റി പിടിച്ചു. അയ്യോ നല്ല ഭംഗിയുണ്ട്. അതിലേക്കല്ല സന്തോഷമുണ്ട്. എനിക്കും സന്തോഷമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ബില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് എങ്ങനെയുണ്ട്? അടിപൊളി സർപ്രൈസ്. സന്തോഷായ? ഭയങ്കര സന്തോഷം. ഓക്കെ. അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ? അച്ഛനും എനിക്കും അച്ഛനും അറിയാം. ആ കത്തി ബില്ലേക്ക്. പക്ഷെ അത് ഞാൻ ഇല്ലാണ്ടാക്കി കൊടുത്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഫുഡ് അടിക്കായിരുന്നു കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് അവിയലുണ്ട്, അയിലക്കറി, കാബേജ് ഉപ്പേരി, പിന്നെ ബില്ല അച്ചാർ. സൂപ്പർ അച്ചാർ ഇടുന്നു കേട്ടോ. ബില്ലയുടെ നെല്ലിക്ക അച്ചാർ സ്പെഷ്യൽ, പിന്നെ നാരങ്ങ അച്ചാർ, അതൊക്കെ അടിപൊളിയാ. പിന്നെ എന്താ പപ്പടം ഉണ്ട്. അതെന്ത് കറിയാ? കായം ചേമ്പും ഇട്ടക്കറി, മീൻകറി.
പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ, റീൽസ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. ഫ്ലിപ്കാർട്ടാ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമാണ്. എനിവേ പോയല്ലേ പറ്റൂ. അനുക്കുട്ടിനും ഞാനും ഉറങ്ങിയിട്ടാ. പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.